യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് മോണിറ്റൈസേഷൻ ആവാത്ത എല്ലാവർക്കും ഉള്ള സംശയമാണ്, ഒരു വർഷത്തിനുള്ളിൽ മോണിറ്റൈസേഷൻ ആയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ 4000 മണിക്കൂർ ആയിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനലിന് എന്ത് സംഭവിക്കുന്നുള്ളത്. ഇന്ന് നമ്മൾ നോക്കുന്നത് ഈ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. നിങ്ങൾ കുറച്ച് കാൽക്കുലേഷൻസും കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത് റിയയുടെ കഥയാണ്. റിയ കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. അവളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി. ചാനലിൻ്റെ പേരാണ് റിയാസ് വ്ളോഗ്. റിയാസ് വ്ളോഗ് തുടങ്ങി വളരെ ആവേശത്തോടെ ഒരു വീഡിയോ ഇട്ടു. 2023 റിയ ആദ്യത്തെ വീഡിയോ ഇടുന്നതും ജിമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്നതും ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നതും ഒക്കെ 2023. പിന്നീട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എക്സാമിനേഷൻ വന്നു. കോളേജിലെ എക്സാമിനേഷൻ വന്നു, അതിന് തിരക്കായി. പിന്നെ ഈ ചാനൽ ശ്രദ്ധിക്കാനും അതിൽ വീഡിയോ ഇടാനോ പറ്റിയില്ല. അങ്ങനെ അതിനുശേഷം 2025 വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നത്. 2025 മെയ് 5 വീണ്ടും വീഡിയോ ഇടാൻ സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ 2026 മെയ് 5 ആവാറായി. അപ്പോൾ റിയക്കൊരു സംശയം, വാച്ച് അവർ ഇപ്പോൾ നിൽക്കുന്നത് ഏകദേശം 2500 ആ റേഞ്ചിലാണ്. ഈ ഒരു ടൈമിനുള്ളിൽ, അതായത് ഇപ്പോൾ 1 ഇയർ ആവാൻ പോകുന്നു. 1 ഇയർ ആവാൻ പോകുന്ന സമയത്ത് നമ്മൾ ചാനലിൽ എന്ത് സംഭവിക്കും? അപ്പോൾ റിയ 2 സംശയങ്ങളാണ് റിയക്കുള്ളത്. ആ സംശയങ്ങൾ ആദ്യം കേൾക്കുക, എന്നിട്ട് നമുക്കതിന് മറുപടി പറയാം. എനിക്ക് 2 സംശയങ്ങളാണ് ചോദിക്കാനുള്ളത്. ഒന്ന്, ഞാൻ 2023 തുടങ്ങിയ ചാനൽ വീഡിയോ ഇട്ട ശേഷം 2025 മെയ് 5 വീണ്ടും വീഡിയോ ഇടുന്നത്. അപ്പൊ വർഷം കണക്ക് കൂട്ടുന്നത് എങ്ങനെയാണ്? മെയ് 5 1 വർഷമായി കഴിഞ്ഞാൽ ചാനൽ പോവോ? വാച്ച് ടൈം പോവോ? റിയന്റെ ആദ്യത്തെ സംശയം എന്ന് പറയുന്നത് ഈ വർഷം എങ്ങനെയാണ് കണക്കൂട്ടുന്നത്. വർഷം കണക്കൂട്ടുന്നതിന് നിങ്ങൾ മനസ്സിലാക്കി വെച്ച രീതിയിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. അതായത് ഈ വർഷം കണക്കൂട്ടുന്നത് പറഞ്ഞാൽ 365 ദിവസമാണ് കണക്കൂട്ടുന്നത്, അല്ലാതെ 2023 2024 അങ്ങനെയല്ല കൂട്ടുന്നത് ദിവസങ്ങളാണ്. 365 ദിവസങ്ങളാണ്. അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ റിയയുടെ കേസിൽ റിയ എന്ത് ചെയ്തു, ആദ്യം ജനുവരിയിലൊരു വീഡിയോ ഇട്ടു. പിന്നീട് 2025 മെയ്യിലാണ് വീഡിയോ ഇടുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആകും, എപ്പോഴാണ് ഇത് കണക്കൂട്ടുക, എങ്ങനെയാണ് ഈ കണക്കൂട്ടുക എന്നുള്ളത്. അതിന് സിമ്പിളായിട്ടുള്ളൊരു ആൻസർ പറഞ്ഞാൽ, എപ്പോഴാണോ ലാസ്റ്റ് വീഡിയോ ഇട്ടത്, അതായത് ഇപ്പം ഉദാഹരണത്തിന് മെയ് 4 ലാസ്റ്റ് വീഡിയോ ഇട്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ മെയ് 4 മുതൽ ബാക്കിലോട്ടേക്ക് 365 ദിവസമാണ് കണക്കൂട്ടുക. എന്നിട്ടത് എത്രയാണോ എത്തുക, ആ സമയം മുതൽ ഇങ്ങോട്ടുള്ള 365 ദിവസമാണ് കണക്കൂട്ടുക. എന്താണ് ഈ 365 ദിവസവും 1 ഇയർ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, 365 ദിവസം എന്ന് പറഞ്ഞാൽ ഡേയ്സ് ആണ് എണ്ണുന്നത്. പക്ഷേ നമ്മൾ വർഷം എന്ന് പറയുമ്പോൾ 2024 25 26 അങ്ങനെയാണ് നമ്മൾ കണക്കൂട്ടുക. അപ്പോൾ ഇത് തമ്മിൽ ചെറിയ കൺഫ്യൂഷൻസ് ഉണ്ട്. അത് എല്ലാവർക്കും ഉണ്ടാകുന്ന കൺഫ്യൂഷനാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ, വാച്ച് അവർ നഷ്ടപ്പെടുമോ, നമ്മുടെ ചാനൽ പോകുമെന്നുള്ളതാണ്. അതിനുള്ള ഉത്തരം എന്ന് പറയുന്നത്, വാച്ച് അവർ എങ്ങനെയാണ് ഇതിൽ പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു 365 ദിവസമാണെന്ന് പറഞ്ഞു. 2025 ജൂലൈ 5 മുതലാണ് വീഡിയോ ഇടാൻ വേണ്ടി റീസ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമുക്ക് ആ ദിവസങ്ങൾ കണക്കൂട്ടാം. അത് 1 ഇയറിലേക്ക് കണക്കൂട്ടാം. അപ്പോൾ 365 ദിവസം എന്ന് പറയുമ്പോൾ 2025 ജൂലൈ 5 മുതലിട്ട് വന്ന വീഡിയോ. അപ്പോൾ ജൂലൈ മാസം കഴിഞ്ഞ് അപ്പോൾ റിയ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ, 2026 ജൂലൈ 5 ശേഷവും വീഡിയോ ഇടുന്നുണ്ടല്ലോ. അപ്പോൾ ജൂലൈ 5 ശേഷം മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് വാച്ച് അവർ കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോൾ 10 ദിവസങ്ങൾ കഴിഞ്ഞിരിക്കും. അതായത് ജൂലൈ 2026 ജൂലൈ 15 കൺഫ്യൂഷൻ ആവേണ്ട, 2026 ജൂലൈ 15 അതായത് 10 ദിവസങ്ങൾ കഴിഞ്ഞു. 365 ദിവസം പ്ലസ് 10, അപ്പോൾ 375 ദിവസമായി. അങ്ങനെ ആകുന്ന സമയത്ത് ഈ വാച്ച് അവറിന് എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ, നമ്മൾ 2025 ജൂലൈ 5 മുതൽ ഇങ്ങോട്ടേക്ക് വന്ന 15 വരെയുള്ള ഡേയ്സ്, അതായത് ആദ്യത്തെ 10 ദിവസങ്ങളിൽ റിയക്ക് എത്ര വാച്ച് അവർ കിട്ടിയോ, ചിലപ്പോൾ റിയ 3 വീഡിയോ ഇട്ടിട്ടുണ്ടാവും. 3 വീഡിയോയിലും കൂടിയിട്ട് ഒരു 30 മണിക്കൂർ വാച്ച് അവർ കിട്ടിയിട്ടുണ്ടാവും. ആ മണിക്കൂർ കട്ടാവും. മനസ്സിലായോ? അതായത് ഇവിടുന്ന് ദിവസം മുന്നോട്ട് പോകുമ്പോൾ അവിടുത്തെ ദിവസങ്ങൾ ഇങ്ങോട്ടേക്ക് കുറഞ്ഞു വരും. അപ്പോൾ അത് കട്ടായി പോകും. ഇങ്ങനെയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ മറ്റൊരു കാര്യമുണ്ട്. നിങ്ങൾ എല്ലാവരും പേടിക്കുന്നത് പോലെ പ്രശ്നമൊന്നുമില്ല. കാരണം നമുക്ക് ഇവിടെ 30 ദിവസം കഴിഞ്ഞാൽ ആദ്യത്തെ 30 ദിവസം അവിടെ നിന്ന് കട്ടാവും. ആ 30 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് എത്ര വാച്ച് അവർ കിട്ടിയോ അത് മാത്രമാണ് പോകുന്നത്. പക്ഷെ പുതുതായിട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഈ മണിക്കൂറുകളോട് കൂടി വരുമല്ലോ. വീഡിയോ ഇടാതിരിക്കുന്നവർക്ക് ഒന്നും കിട്ടില്ല. പക്ഷെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഇവിടെ ഈ ഹവേഴ്സ് കൂടി വരും. അപ്പോൾ അപ്പുറത്ത് കുറഞ്ഞാലും ഒന്നും സംഭവിക്കില്ല. നമ്മൾ ഈ ചാനലിൻ്റെ മൊത്തത്തിൽ അത് എഫക്റ്റ് ചെയ്യില്ല. പക്ഷെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നവർക്ക് മാത്രം, വീഡിയോ ഇടാതെ ഇരുന്നാൽ ഇതൊന്നും നടക്കില്ല.
അപ്പോൾ ഇതാണ് ആക്ച്വലി സംഭവിക്കുന്നത്. ഇനി ഇതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അത് മോണിറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം പോയ 3 മാസം അതിൽ കൂടുതൽ എടുക്കരുത്. 1 മന്ത് 2 മന്ത് അതാണ് ഏറ്റവും നല്ലത്. 3 മാസം വരെ പോട്ടെ, 3 മാസം വരെ നമുക്ക് കണക്കൂട്ടാം. 3 മാസത്തിൽ കൂടുതൽ നിങ്ങൾ എടുക്കരുത്. കാരണം 3 മാസത്തിൽ കൂടുതൽ എടുത്താൽ പിന്നെ മോണിറ്റൈസേഷൻ ആയ ശേഷം നിങ്ങൾക്ക് പൈസ കിട്ടാൻ, നിങ്ങൾക്ക് ഈ ഇതേപോലെ വ്യൂസ് വന്നാൽ പൈസ കിട്ടാൻ ചിലപ്പോൾ 6 മാസമോ 7 മാസമോ അല്ലെങ്കിൽ 1 വർഷമൊക്കെ എടുക്കും. ഈ 1 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് 9,000 രൂപ കിട്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ 10,000 രൂപ ഇട്ടാൽ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? എത്ര ചെറിയ പൈസയാണ് കിട്ടുക. ഇപ്പോൾ ഒരു 10 മാസത്തിൽ കണക്കൂട്ടി കഴിഞ്ഞാൽ 1000 രൂപയ്ക്ക് ചിലപ്പോൾ ഒരു മാസം നമുക്ക് അങ്ങനെ കൂട്ടിയാൽ കിട്ടുക. 1000 രൂപ കൊണ്ടിട്ട് നമുക്ക് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ, സ്ട്രെസ്സ്, പിന്നെ വീഡിയോ എടുക്കേണ്ട സമയം, ഇതിനുള്ള മെനക്കേട്, ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്കൊരു മാസം 1000 രൂപ കിട്ടുന്നെങ്കിൽ പിന്നെ നമ്മൾ യൂട്യൂബിൽ തുറന്നിട്ട് എന്താ കാര്യം? അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് കൃത്യമായിട്ട് കോണ്ടന്റ് ചെയ്യാൻ പഠിക്കുക, തമ്പനയിൽ കൊടുക്കുക, ടൈറ്റിൽ കൊടുക്കുക, ഇങ്ങനെ എല്ലാ സംവിധാനങ്ങളും പഠിച്ചിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ പഠിക്കാനുള്ളതൊക്കെ പഠിച്ച് വീഡിയോ ചെയ്താൽ നിങ്ങൾക്ക് 1-2 മന്തിനുള്ളിൽ നിങ്ങൾ മോണിറ്റൈസേഷൻ ആവും. അത് വെറുതെ പറഞ്ഞാലേ പിന്നലെയും കൂടി എനിക്ക് ഒരാൾ മെസ്സേജ് അയച്ചുള്ളൂ. 99 സബ്ബുള്ള സമയത്താണ് എൻ്റെ ഗ്രൂപ്പിൽ വരുന്നത്. അതിന് ശേഷം എന്ത് ചെയ്തു, വിത്തിൻ 1 മന്ത് കൊണ്ട് ആൾ മോണിറ്റൈസേഷനായി. അത് അവർ പഠിച്ച് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിൻ്റെ പവറാണ് കേട്ടോ, അല്ലാണ്ട് ഗ്രൂപ്പിൽ വന്നതിനെ കൊണ്ടൊന്നുമല്ല. അപ്പോൾ ഇങ്ങനെയാണ് എല്ലാവർക്കും മാറ്റങ്ങൾ വരുന്നത്. അപ്പം നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കേണ്ടത്, പുതിയ ചാനൽ തുടങ്ങുന്നവർ ഒരു 3 മാസം കൊണ്ട് മോണിറ്റൈസേഷൻ ആവാൻ ശ്രമിക്കുക. ഇനി ആയിട്ടില്ലെങ്കിലും ആരും ടെൻഷനൊന്നും വേണ്ട, ഇതിങ്ങനെയാണ് ഈ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ റിയേൻ്റെ കേസിൽ ഇതാണ് എനിക്ക് പറയാനുള്ള മറുപടി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റിൽ ചോദിച്ചാൽ മതി, അതിന് മറുപടി തരാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.